കേരളത്തിൽ 2026 UDF തരംഗമുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ പ്രധാനപ്പെട്ട ഒരു ചാനൽ അവരുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേയുടെ റിസൾട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ റിസൾട്ടുകൾ പുറത്തേക്ക് വിട്ടത് അവരെല്ലാ സ്റ്റേറ്റുകളിലും തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു സർവേ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സർവേ നടത്തിയവർ പറഞ്ഞിട്ടുള്ളത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വളരെ സ്വാധീനമുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചീഫ് മിനിസ്റ്റർ എന്നുള്ളത് പറഞ്ഞിട്ട് നാഷണൽ ലെവലിൽ നടത്തിയിട്ടുള്ള സർവേയാണ്. അതുപോലെ ഉത്തർപ്രദേശിൽ തന്നെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇഷ്ടമെന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആ സർവേയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കണ്ടെത്തലുകളൊക്കെ തന്നെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ എന്തായിരിക്കും റിസൾട്ട്, ഇപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നാണ്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം 16 മുതൽ 18% സീറ്റുകൾ വരെ UDF തന്നെ നേടാമെന്നാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏതാണ്ട് അതേ ഫലം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് 43% നിന്ന് UDFൻ്റെ വോട്ട് ഷെയർ 42% കുറയും എന്നുള്ളതാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറഞ്ഞേക്കുന്നത്. അവർ സീ വോട്ടറുമായി ചേർന്നിട്ടാണ് വലിയ ഒരു സർവേ ഇന്ത്യ മുഴുവൻ നടത്തിയിട്ടുള്ളത്. ഇതിൽ കേരളത്തിലെ അടുത്തൊരു കാര്യം പറയുന്നത് LDFൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 32% കഴിഞ്ഞ തവണ നമുക്കറിയാം ലോക്സഭയിലേക്ക്. അത് ഒരു സീറ്റാണ് അവർക്ക് കിട്ടിയത്, രാധാകൃഷ്ണൻ മാത്രമാണ് ജയിച്ചത്. പക്ഷെ അത് 2% കൂടി കുറഞ്ഞ് 30% മാറുമെന്നുള്ളതും ഒന്നോ അല്ലെങ്കിൽ ഒരു സീറ്റ് തന്നെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതുമാണ് അവർ വീണ്ടും പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 17% ഉണ്ടായിരുന്ന വോട്ട് ഷെയർ അവരുടെ സഖ്യകക്ഷികളൊക്കെ കൂട്ടിയാണ് ഒരു 19-20% എത്തിയിട്ടുള്ളത്. പക്ഷേ BJPക്ക് ഒറ്റക്ക് ഉണ്ടായിട്ടുള്ളത് 17%. ആ 17% വോട്ട് ഷെയർ 7% കൂടി കടന്ന് അവർ 24% എത്തും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 0 മുതൽ 2 വരെ സീറ്റുകൾ ലോക്സഭയിലേക്ക് അവർക്ക് കിട്ടിയേക്കാം എന്നുള്ളതാണ് ഈ സർവേ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ലോക്സഭയുടെ കാര്യമാണ് പറഞ്ഞെങ്കിൽ പോലും നിയമസഭകളിലേക്കൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ടൊരു 110-ലധികം സീറ്റുകളിലേക്ക് UDF ജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. വേണമെങ്കിൽ ഒരു 117 സീറ്റുകൾ വരെ വരാം. ഈ 117 സീറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം കിട്ടിയിട്ടുള്ള സീറ്റുകളാണ്. അപ്പോൾ ആ സീറ്റുകളിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഇത്തരത്തിൽ വലിയ നേട്ടം UDFന് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി വിവര കണക്കുകളും ഇപ്പോഴത്തെ തലസ്ഥിതിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ആളുകളുടെ ഇടയ്ക്ക് നടത്തിയിട്ടുള്ള ഒരു സർവേകളിലൂടെ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർവേ പറയുന്നത് ഇപ്പോൾ ഇനി ഒരു കൊല്ലവും കൂടിയിട്ട് ഇവിടെ ഇലക്ഷൻ നടക്കാനെന്നുള്ളത് കൊണ്ട് ഇതങ്ങനെ തന്നെ ഒന്നും സംഭവിക്കണമെന്നില്ല. പക്ഷേ ഇതുണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഡേഞ്ചർ, ഇത് കേട്ടിട്ട് നമ്മുടെ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പം തന്നെ അവർ തമ്മിലടിയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകുമോ അതോ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ, ഇനി തരൂർ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാണെങ്കിലും കോൺഗ്രസ് ജയിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഇപ്പോൾ തരൂരിൻ്റെ ലേഖനം തന്നെ വലിയ തോതിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഇനി ഒന്നുകൂടി അലസരാകാൻ മാത്രമേ ഇത് സഹായിക്കുള്ളൂ. അങ്ങനെ അലസരായിക്കൊണ്ട് ഇനി 40-42% വോട്ട് മേടിച്ചാൽ പോലും ഞങ്ങൾക്ക് ഉറപ്പായും ഭരണത്തിലെത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ കോൺഗ്രസ് ഇരിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ CPMും LDFും ഒക്കെ വിചാരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇതിൽ തന്നെ ഈ സർവേയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു വോട്ടുകളുടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ CPM ആണെന്നും ആ CPMിലേക്കുള്ള ഹിന്ദു വോട്ടുകളിൽ ഒരു വലിയ ശതമാനം വോട്ടുകൾ അടുത്ത തവണ BJPയിലേക്ക് പോകുമെന്നാണ്. പക്ഷേ CPM നേരെ തിരിച്ചാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറത്താണ് അവരുടെ സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അവർ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു മുസ്ലിം തീവ്രവാദികൾക്കെതിരെയൊക്കെ നിലപാടെടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ മുസ്ലിം പ്രീണനമൊക്കെ അവസാനിപ്പിക്കുന്നതിലൂടെ ഈ ഏതാണ്ട് 40-42% തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള ഈഴവ വോട്ട് ബാങ്കുകൾ അത് ഏതാണ്ട് കൃത്യമായി പ്രകടമായിരുന്നു ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ആറ്റിങ്ങലിലുമൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വോട്ടുകളൊക്കെ തന്നെ തിരിച്ചു വരുമെന്നും അങ്ങനെ തിരിച്ചു വന്ന് താങ്കളുടെ ഒരു 35-37%, 39% വോട്ടുകൾ ഇൻടാക്റ്റായി നിലനിർത്തിയാൽ ബാക്കി വരുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകളിൽ ഒരു പങ്ക് BJP പിടിക്കുകയും അതിൻ്റെ ഒരു ഷെയർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് പിടിക്കുകയും ചെയ്താൽ താങ്കൾക്ക് വീണ്ടും ഒരു 80-85-90 സീറ്റുകൾ നേടി മേൽക്കൈ ഉണ്ടാകും എന്നുള്ളൊരു തന്ത്രമാണ് CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് വഖഫ് ബോർഡിൻ്റെ ഇഷ്യൂ ഒക്കെ മുനമ്പത്ത് വന്നാൽ പോലും CPM അത് പരിഹരിക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കരുത്. കാരണം ആ വഖഫ് ബോർഡിൻ്റെ പ്രശ്നത്തിൽ വെട്ടിലായത് കോൺഗ്രസ് ആണെന്നും തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള നിരവധി ഇടുക്കി പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടി കുറച്ചൊക്കെ BJPയിലേക്ക് പോയാലും കുഴപ്പമില്ല, പകരം അത് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുമെന്നും അങ്ങനെ എതിരായിട്ടുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ ഹരിയാനയിൽ BJP നടത്തിയതുപോലെ ഡൽഹിയിൽ മുസ്തഫാബാദിൽ BJP നടത്തിയതുപോലെയുള്ള ഒരു പ്രകടനങ്ങൾ ഫലം കാണും. അതിന് ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിളാണ് മുസ്തഫാബാദ്. മുസ്തഫാബാദിൽ അവിടെ BJPക്കാരനാണ് ജയിച്ചത്, ഭീഷ്ട് എന്ന് പറയുന്ന ഒരാളാണ് ജയിച്ചത്. അദ്ദേഹം ആ സമുദായത്തിൽപ്പെട്ട ആളാണ് ജയിച്ചത്. അദ്ദേഹം ജയിക്കാൻ കാരണം അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി അവിടെ വന്ന് 37,000 വോട്ട് പിടിച്ചു. യഥാർത്ഥത്തിൽ ഈ BJPക്കാരൻ ജയിച്ചിട്ടുള്ളത് 17,000 വോട്ടിനാണ്. ഈ 37,000 വോട്ടുകൾ അസദുദ്ദീൻ ഒവൈസിയുടെ AMIM എന്ന് പറഞ്ഞ പാർട്ടി പിടിച്ചില്ലായിരുന്നെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷ വോട്ടുകൾ ഒരു 20,000 വോട്ടെങ്കിലും ഉറപ്പായിട്ടും ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയാൽ, അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു 3,000-4,000 വോട്ടിനെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ആം ആദ്മി പാർട്ടി ജയിക്കുമായിരുന്നു. അപ്പോൾ അതില്ലാതെ പോയത് ഈ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ ഡൽഹി തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരം തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടാണ്. കേരളത്തിലൊക്കെ തന്നെ നേരത്തെ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ ഒരു ലോക്സഭയിലേക്ക് ഒരാൾ ജയിക്കണമെങ്കിൽ ഒരു 44%, 47% ഒക്കെ വോട്ട് വേണമായിരുന്നു. പക്ഷെ ത്രികോണ മത്സരമായതുകൊണ്ട് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകും എന്നുള്ളത് കൊണ്ടിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ തവണ TN പ്രതാപനൊക്കെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതുപോലും 39% വോട്ട് മേടിച്ചിട്ടാണ്. ഷാഫി പറമ്പിൽ ജയിക്കുന്നതൊക്കെ 39-40% വോട്ട് മേടിച്ചിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു 40%, 42% വോട്ടുകളിലേക്ക് UDF എത്തിയാൽ പോലും, അല്ലെങ്കിൽ CPM എത്തിയാൽ 39% വോട്ടിലേക്ക് CPM എത്തിയാൽ പോലും BJPയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസിനകത്ത് അടി കുറച്ചുകൂടി മുറുകയും അവർ കുറേ കൂടി നിഷ്ക്രിയരാവുകയും ചെയ്യുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇത് CPMന് വലിയ തോതിൽ LDFനുമൊക്കെ ഗുണം ചെയ്തേക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ സാധാരണ ഒരു കോൺഗ്രസിൻ്റെയൊക്കെ നിലവാരം അനുസരിച്ച് ഇപ്പം തന്നെ അവർ ഇന്ന് ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രകടനം നടത്താൻ പോവാണ്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വന്തം പാളയത്തിലെ പട തന്നെ തീർക്കാൻ വേണ്ടി എനർജി വേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ റിസൾട്ടൊന്നും ഫലിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള 43% വോട്ട് ഷെയർ പോലും നിലനിർത്താൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതേസമയം CPMനെ സംബന്ധിച്ചിടത്തോളം വെറും 2% കുറവേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 30% വോട്ട് അവർക്ക് സോളിഡായിട്ട് കയ്യിലുണ്ടെന്നും അതൊരു 5% ഉയർത്താനും കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും ഒരു 36-37% ഉയർത്താൻ കഴിഞ്ഞാൽ വീണ്ടും ഭരണം പിടിക്കാമെന്നുമുള്ള അപകടകരമായ സ്ഥിതിയാണ് എന്നുള്ളത് കൂടിയാണ് ഈ പറയുന്ന മൂഡ് ഓഫ് ദ നേഷൻ സർവേയെ റീഡ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ജയിക്കാൻ താല്പര്യമുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയക്കാരും.